ഹായ് ഡിയേഴ്സ്, എ സി സർക്യൂട്ട്സിലെ പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ പാർട്ടാണ് ഈ ചെയ്യുന്നത്. തേർഡ് പാർട്ടാണ് പ്യുവർലി കപ്പാസിറ്റീവ്. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് എ സർക്യൂട്ട് വിത്ത് എ കപ്പാസിറ്റർ C and we are applying a AC voltage of Vm sin omega t. സോ കപ്പാസിറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ചേഞ്ച് ഇൻ വോൾട്ടേജിനെയാണ് അത് ഒപ്പോസ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? C ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ വി ഓൾറെഡി ഇറ്റ് ഈസ് നോൺ ദാറ്റ് വി എം സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇവിടെ ഈ ഡി വിയുടെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് വി എം സൈൻ ഒമേഗ ടി by dt c into Vm. ഓക്കെ, ഡെറിവേറ്റീവ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഒമേഗ ടി ഇൻറ്റു ഒരു ഒമേഗയും കൂടെ വരും. അപ്പം ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണേ. സി ഒമേഗ ഇൻറ്റു വി എം കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി ഞാനിത് വി എം ബൈ ആർ എന്നുള്ള രീതിയിൽ എനിക്കിത് വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുക, വി എം ബൈ 1/c ഒമേഗ. കുഴപ്പമില്ലല്ലോ, കോസ് ഒമേഗ ടി. സോ ദിസ് ഇസ് മൈ ഐ. അപ്പോൾ എനിക്ക് ഈ ഒരു ടേമിനെ എന്തെന്ന് എഴുതാം? ഇവിടെ ഈ ഒരു ടേമിനെ എനിക്ക് എന്തെന്ന് എഴുതാം? ഐ എം കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഈ കോസ് ഒമേഗ ടീനെ എന്താക്കി എഴുതുന്നു? സൈൻ്റെ ടേംസിലാക്കി എഴുതുക കേട്ടോ. സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് എനിക്ക് എഴുതാം. അപ്പം എൻ്റെ ഐ എന്തായി തീർന്നു? ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രിയുമായി. എൻ്റെ വി എന്തായിരുന്നു? വി എം സൈൻ ഒമേഗ ടിയും ആണ്. ഓക്കെ, ഇനി ഇത് നമ്മളിത് കമ്പയർ ചെയ്യണം. അതിന് മുൻപ് ഇവിടെ നമ്മൾ കണ്ടില്ലേ വി എം ബൈ 1/c ഒമേഗ അല്ലേ, അതായത് വി എം ബൈ ആർ. അപ്പോൾ ഇവിടെയാണ് ഒരു പുതിയ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ടേമാണ് എന്ത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC, that is 1/c omega. 1/c omega. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ്. വി എം ബൈ ആറിന് പകരം ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, ഇക്വേഷൻ നോക്കിക്കോണം. ഇനി ഇവിടെ നോക്കിക്കേ, വെൻ വി കമ്പയർ ദീസ് ടു സിഗ്നൽസ്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഇവൻ വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇവൻ അതിനേക്കാൾ 90 ഡിഗ്രി മുൻപേ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ഫിഗർ വരയ്ക്കുമ്പം എനിക്ക് എങ്ങനെ വരും? ഇതെൻ്റെ ബി ആണെങ്കിൽ 90 ഡിഗ്രി മുൻപേ തന്നെ ആര് അവിടെ ഉണ്ട്? എൻ്റെ ഐ ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ക്ലോക്ക് വൈസ് അല്ലേ പറയണേ. അപ്പോൾ വി ഇതാണെങ്കിൽ വിക്ക് മുന്നേ ആരുണ്ട്? ഐ ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫേസർ ഡയഗ്രാം. ഇനി അല്ലാതൊരു സിഗ്നൽ ഫ്ലോ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ഒമേഗ ടി. ഓക്കെ, ഇത് വിയും ഐയും നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ വി എം സൈൻ ഒമേഗ ടി എങ്കിൽ, ഇതാണ് എൻ്റെ വി എം സൈൻ ഒമേഗ ടി എങ്കിൽ എൻ്റെ ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഈ വി സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? ഈ വി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു കണ്ടിന്യൂസ് സിഗ്നലാണ് കേട്ടോ. ഇത്രയേ ഉള്ളടാ. ഇതിൻ്റെ ഒരു സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ നമ്മുടെ 0th പൊസിഷനെ ആദ്യം ആരാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി മുൻപേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിഗ്നൽ പോകുന്നത്. ഇതാണ് നമ്മുടെ ഐ എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഈ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രിയുടെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പീക്ക് വാല്യൂ അല്ലേ ഈ പീക്ക് വാല്യൂവിന് മുന്നേ ഈ 0th പൊസിഷൻ ക്രോസ് ചെയ്തത്. അപ്പം നമുക്കിത് പറയാൻ പറ്റും എന്താണ്? ഐയുടെ സിഗ്നൽ എന്ന് പറയുന്നത് വിയുടെ സിഗ്നലിനേക്കാളും മുന്നേ ആണ്. സോ ഇറ്റ് ഈസ് ലീഡിങ് എന്ന് പറയാം കേട്ടോ. അപ്പം ഇതും ഇവിടെയും രണ്ട് രീതിയിൽ സംസാരിക്കാം. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണെങ്കിൽ ഐ സേ ദാറ്റ് ദി കറണ്ട് ഇസ് ലീഡിങ് ദി വോൾട്ടേജ് ബൈ a phase of 90 degree. Is it okay? അപ്പോൾ ഇത്രയാണ് പ്യുവർലി റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. ഞാൻ ചുമ്മാ ഒരു ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ആയിട്ടൊന്ന് പറയുവാണ്. പ്യുവർലി റെസിസ്റ്റീവ് ആണ്
സർക്യൂട്ട് എങ്കിൽ, ഓക്കെ, ഇതിനകത്ത് ഇനി ഒരു പവറും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പ്യുവർലി കപ്പാസിറ്റീവിൻ്റെയും ഇൻഡക്റ്റീവിൻ്റെയും ഒക്കെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടാട്ടെ. പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ആ സർക്യൂട്ടിൻ്റെ വി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഐയും എങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ദേ ആർ ഇൻ ഫേസ് അല്ലേ. വി എം സൈൻ ഒമേഗ ടി, ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഇനി പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിലോ, വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. പക്ഷേ ഐ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രിയാണ്, ലാഗ് ചെയ്യുവാണ്. അപ്പം വി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഐ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്യുവർലി കപ്പാസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓരോ മേളിൽ വീഡിയോസിലുണ്ട്. ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രിയാണ്. അതായത് വി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സോറി, ഐ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇതിന് മുകളിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് 90 ഡിഗ്രി. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും പവർ, അതായത് പ്യുവർലി ഇൻഡക്റ്റീവിൻ്റെയും പ്യുവർലി കപ്പാസിറ്റീവിൻ്റെയും പവറും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം പ്യുവർലി കപ്പാസിറ്റീവിൻ്റെത് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഇൻറ്റു ഐ ആണ്. ഇവിടെ വി എം ഐ എം ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 90. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഈ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 90. അപ്പോൾ ഇനി ഞാനതിനെ കോസിൻ്റെ ടേംസിൽ എഴുതും, എനിക്കത് വേറൊരു രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? വി എം ഐ എം ബൈ 2. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി, അതായത് ഇവിടോട്ട് എഴുതട്ടെ, സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് നമുക്ക് എഴുതാം. അപ്പം ഞാനിവിടെ എങ്ങനെ എഴുതും? വി എം ഐ എം ഇൻറ്റു സൈൻ 2 ഒമേഗ ടി ബൈ 2. ഓക്കെ, ഈ ടേമിന് നമ്മൾ സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതി. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന പവറിനെ ഞാൻ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് പവറാണ് അല്ലേ. സൈൻ 0 മുതൽ, അതായത് ഫുൾ സൈക്കിൾ നമ്മൾ നോക്കുമ്പോൾ സൈൻ 0 ടു 2π ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി തീരും? അത് സൈൻ 0 ആണ്. സൈൻ 360 എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടോ? അപ്പോൾ പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ടിൻ്റെ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, അവിടുത്തെ സിഗ്നൽ നമുക്കൊന്ന് നോക്കാം. അതായത് പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ വരുമ്പോൾ ഒന്നാമത്തേത് വി എം സൈൻ ഒമേഗ ടിയും രണ്ടാമത്തേത് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്നുള്ളത് എവിടെ നിന്ന് നമുക്ക് വന്നത്? അതായത് ഐ എം കോസ് മൈനസ് കോസ് ഒമേഗ ടി എന്നുള്ള ടേമിൽ നിന്നല്ലായിരുന്നോ? അപ്പം ഐ എം കോസ് ഒമേഗ ടി ഒരു മൈനസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം. വി എം ഇൻറ്റു ഐ എം മൈനസ് ഉണ്ട്, ഇവിടെ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഉണ്ട്. അതിനെ ഞാൻ എങ്ങനെ എഴുതുകയാണ്? സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഫുൾ സൈക്കിൾ എടുക്കുമ്പോൾ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ഇതും 0 ആയി തീരും. അപ്പോൾ അതായത് പ്യുവർലി കപ്പാസിറ്റീവും പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം, പി ഈസ് ഈക്വൽ ടു ഫ്ലക്ച്വേറ്റിംഗ് അല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പവർ ഉണ്ടായിരുന്നു, വി എം ഐ എം ബൈ 2. ഇതും 0, ഇതും 0. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് സർക്യൂട്ട്സിനെ പറ്റിയിട്ട് പഠിക്കാൻ. താങ്ക് യു.